പി.വി. അൻവറിന് മുന്നിൽ വാതിലടച്ചെന്ന വി.ഡി. സതീശൻ. അൻവർ ഉണ്ടെങ്കിലെന്ന് ഇനി ആരും പറയില്ല. പറഞ്ഞവർ അത് മാറ്റി പറഞ്ഞു. യു.ഡി.എഫ് അൻവറിന് മുന്നിൽ വാതിൽ അടച്ചെന്ന വി.ഡി. സതീശൻ. ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും അത് പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് യു.ഡി.എഫ് എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. പിന്നെ ഇപ്പോ അത് മുൻഗണനയിലൊന്നുമില്ല. ആ വിഷയം നമ്മുടെ മുൻഗണനയിലൊന്നും പ്രയോറിറ്റിയിലൊന്നും ആ വിഷയം ഇപ്പൊ ഇല്ല. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു ആ വിഷയം വന്നാൽ അപ്പൊ യു.ഡി.എഫ് കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇല്ല. എന്തായാലും ഡോർ ഈസ് ക്ലോസ്ഡ്. ഇപ്പോൾ അടച്ച വാതിൽ അടഞ്ഞത് തന്നെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ സതീശന്റെ നിലപാടിനെതിരെ വന്നതാണ്. എന്നാൽ അതൊക്കെ മാറ്റി ഇപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായത്തിലേക്ക് പോയി എന്നാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? മനു, ഈ മറുപടി പ്രതിപക്ഷ നേതാവ് നൽകുന്നത് അൻവറിനെതിരെയുള്ള മറുപടിയല്ല, അൻവർ കേൾക്കാനല്ല. അൻവറിന് വേണ്ടി പലതരത്തിൽ വാദം ഉന്നയിച്ച രമേശ് ചെന്നിത്തലയും പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കുള്ള മറുപടി കൂടിയാണ്. അൻവറിനെ കൂടെ കൂട്ടിയിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നു, അത് ശരിയായില്ല എന്ന നിലപാട് മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതിനെതിരെയുള്ള കടുത്ത പരാമർശം കൂടിയാണ്. ആ ചാപ്റ്റർ അടഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പിൽ വിജയത്തോടുകൂടി ഇനി അങ്ങനെ ഒരു വാദവുമായി ആരും വരില്ല. അത് മറുപടി കോൺഗ്രസിന്റെ KPCCയിലെ മുതിർന്ന നേതാക്കൾക്കും ഒപ്പം തന്നെ ലീഗിന്റെ മുതിർന്ന നേതാക്കൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്ന് വി.ഡി. സതീശൻ നൽകിയിരിക്കുന്നത്. ശരി, ഏതായാലും പി.വി. അൻവറിന്റെ വിഷയത്തിൽ ഇപ്പോൾ ആ മറുപടി എന്ന് പറയുന്നത് നൃപൻ പറഞ്ഞതുപോലെ അത് പി.വി. അൻവറിനുള്ള മറുപടിയല്ല. അതിനപ്പുറത്തേക്ക് പി.വി. അൻവറിനെ കൂടെ കൂട്ടണം എന്ന നിലപാട് സതീശനെതിരായി സ്വീകരിച്ച രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ അന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആദ്യം സ്വീകരിച്ച നിലപാട് അതായിരുന്നു. അത് ഒപ്പം തന്നെ അങ്ങനെ പല ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ആ രീതിയിൽ വന്നിരുന്നു. അതിനെതിരായുള്ള മറുപടി കൂടിയാണ്